2-3 ഷോർട്ട് ഫിലിംസ്, സ്കിറ്റുകൾ, ഇതിലെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേഷം ചെയ്തപ്പോൾ എൻ്റെ അമ്മ മുതിർന്ന മോന. അമ്മ ഇങ്ങനത്തെ ക്യാരക്ടറുകൾ തന്നെ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, ഏത് വേഷം പറഞ്ഞാലും ഞാൻ ചെയ്യാൻ. അപ്പം റേപ്പ് ചെയ്യപ്പെടുന്നത് കാണുന്ന എൻ്റെ സ്വന്തം മോന ഇത് കാണുമ്പോൾ അവനുണ്ടായൊരു വേദന ഉണ്ട്. അവനതൊരു ഷോർട്ട് ഫിലിം ആണെന്നോ അതിനകത്ത് അമ്മ അഭിനയിക്കുകയാണെന്നോ ഉള്ളതിനേക്കാൾ അപ്പുറം അവൻ്റെ അമ്മ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ അമ്മച്ചി ഇനി ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യരുത്. അഭിനയം എന്നുള്ളത് എൻ്റെ പ്രൊഫഷനാണ്. അഭിനയിക്കാൻ ഏത് റോള് പറഞ്ഞാലും അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. അത് എൻ്റെ തലക്കിട്ടായിരിക്കും അടി കിട്ടുന്നത്. എനിക്ക് തന്നെ ആയിരിക്കും ആ വേഷം വരുന്നത്. അതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗതികേടെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ബോഡി ഷെയ്മിങ് ചെയ്യാനൊക്കെ സ്കിറ്റുകളിൽ കൂടുതലും എന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിനുവേണ്ടി ബലിയാടാകേണ്ടി വന്നിട്ടുള്ള ഒരു എനിക്ക് അതിനോട് പ്രത്യേകിച്ച് എന്നല്ല, എനിക്ക് താല്പര്യമേ ഇല്ല അതിനോട്. ആരെ കളിയാക്കിയിട്ടല്ല ഒരു സ്കിറ്റ് ഉണ്ടാക്കേണ്ടത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള തമാശകൾ വേണം. ആരെ വേദനിപ്പിക്കാതെ എല്ലാവർക്കും കേട്ടാൽ സന്തോഷം തോന്നുന്നതായിട്ടുള്ള തമാശകൾ ഉണ്ടാക്കണം. മോശപ്പെട്ട കമൻ്റ് അടിച്ച് എന്നെ വിഷമിപ്പിച്ച് എന്നെ കരയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ മുഖമേലുള്ള ആൾക്കാർ. തലവരെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എത്ര കഴിവുണ്ടെങ്കിലും മനുഷ്യനൊരു ഭാഗ്യം കൂടെ തുണച്ചാലേ ആഗ്രഹിക്കുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചും ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ്. എനിക്കിതിനകത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. നമുക്ക് കിട്ടുന്ന ഒരു പിടിവള്ളി ഏതാണോ അതിൽ പിടിച്ച് കയറുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ മക്കളെ അന്ന കൂട്ടാൻ പറ്റുമ്പോൾ ഏറ്റവും സന്തോഷമാണ്. റിമി ടോമിയുടെ എന്നുള്ള ചിരി അതാ ഇങ്ങനെ ഈ സാധനമായിരുന്നു അതങ്ങനെ ചെയ്തത്. ചേച്ചിക്ക് സിനിമയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നവരും നമ്മളെ പരിചയക്കാരും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടുമില്ല, അവസരം തന്നിട്ടുമില്ല. 12 വർഷമായി കോമഡി രംഗത്ത്, അതായത് മിനി സ്ക്രീനിൽ തന്നെ എത്തിയിരിക്കുന്ന നീത ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. നല്ല രസമുണ്ടല്ലോ കാണാൻ. താങ്ക് യു. ആരും പറയാത്ത കാര്യമാണല്ലോ. ആര് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ ഒരു വെബ് സീരീസ് സാജൻ പള്ളിർത്തിയേട്ടൻ്റെ കൂടെ ഒരു വെബ് സീരീസ് കണ്ട്, അത് ഭയങ്കര മില്യൺ അടിച്ചപ്പോൾ ഞാൻ ഓർത്തി ചേച്ചി ആള് കൊള്ളാലോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. അതായത് നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരാൾ എങ്ങനെയാണോ അഭിനയിക്കുകയല്ല, അത് ജീവിക്കുകയാണ്. ശരി, അത് സാജൻ ചേട്ടൻ അങ്ങനെയാണ്. സാജൻ ചേട്ടൻ്റെ കോമ്പോ എന്ന് പറഞ്ഞാൽ സാജൻ ചേട്ടൻ ഒരിക്കലും അഭിനയിക്കണമായിട്ട് തോന്നത്തില്ല. അപ്പൊ ആ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അഭിനയിക്കേണ്ടി വരത്തില്ല, ശരിക്കും ബിഹേവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് അത് അത്രയും ഹിറ്റായത്. 5 ദിവസം കൊണ്ട് 5 മില്യൺ വ്യൂസ് വന്നപ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടു. നമ്മൾ പുറത്തിറങ്ങുമ്പോഴും എല്ലാവരും വേലക്കാരി കണ്ടു പറഞ്ഞിട്ട് ഭയങ്കര ആ ഒരു അഡ്രസ്സിൽ ചേച്ചിനെ പറയാൻ ചേച്ചിയുടെ ഇല്ലെങ്കിൽ ഞാൻ ആ പേജിൽ നോക്കി. അതായത് എനിക്ക് തോന്നുന്നു 6-7 വർഷം മുന്നേ ഞാൻ തോന്നുന്നു സാജൻ പള്ളിച്ചേട്ടന്റെ ആ പേജ്, അതായത് യൂട്യൂബ് പേജിൽ കിടക്കുന്നത്. അതിൽ ആദ്യം മുതലേ ചേച്ചി ഉണ്ട്. ഞാനൊരു 25ാമത്തെ എപ്പിസോഡ് മുതൽ സാജന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ അത് 200-something എപ്പിസോഡ് കഴിഞ്ഞ് നിൽക്കുകയാണ് ചെണ്ട വെബ് സീരീസ്. അപ്പൊ അതിന്റെ തുടക്കത്തിലെ ഒരു കുറച്ച് എപ്പിസോഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മുതലേ ഞാനുണ്ട്. അതിനകത്ത് കുറേ എപ്പിസോഡുകൾ നല്ല വൈറലായിട്ടുള്ള എപ്പിസോഡുകൾ. പിന്നെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് മണ്ടോദരി മിണ്ടാതിരി, സാവിത്രി 1, 2, 3, വിശ്വാസം അതല്ലേ എല്ലാം, അങ്ങനെ കുറെ. രാവിലെ ഇത് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു സാധനം കണ്ടാണ്, എനിക്ക് കണക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 250 അതാ സാവിത്രി 1, 2, 3 എന്ന് പറയുന്ന എപ്പിസോഡാണ്. സാവിത്രി 250 എത്ര 4100 പക്ഷെ ഇപ്പറേ വന്ന് കൂട്ടുന്ന 200ന്റെ കണക്ക് അതേപോലെ എടുത്തിടുന്നുണ്ട്. ഞാനിങ്ങനെ ഈ 4100 വന്നപ്പോ ഞാൻ കൺഫ്യൂഷൻ അടിച്ചു, ഇനി 4000 രൂപ കൊടുക്കേണ്ടി വരുമോ, എങ്ങനെയാണ്? അപ്പൊ ആകെ കൺഫ്യൂഷൻ. പക്ഷെ അത് കറക്റ്റ് ടാലി ആക്കിയത് ബ്രില്യൻസ് ഭയങ്കരമാണ്. അത് സാജൻ ചേട്ടൻ തന്നെയാണ് സ്ക്രിപ്റ്റും എല്ലാം ത്രെഡ് കൊണ്ടുവരുന്നത്. പിന്നെ അത് എല്ലാവരും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്ത്. ചേച്ചിയുടെ ഞാൻ തന്നെ ഇൻട്രോയിൽ പറഞ്ഞു 12 വർഷമായിരുന്നു. ശരിക്കും ചേച്ചി എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക്? ശരിക്കും 12 വർഷമായിട്ട് ചാനലാണ് ചെയ്യുന്നത്. അല്ലാതെ കോമഡി ഞാൻ വളരെ ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 14-15 വയസ്സിലൊക്കെ ഡാൻസറായിട്ട് കൊച്ചിൻ സാരംഗി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ട്രൂപ്പിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ആള് വന്നില്ലെങ്കിൽ ഗ്യാപ്പിൽ സ്കിറ്റ് കളിക്കാനായിട്ട് ഞാൻ കയറുമായിരുന്നു. അങ്ങനെ കോമഡിയിൽ ഏകദേശം ഒരു 24 വർഷമോ 25 വർഷത്തിനടുത്തൊക്കെ ആകുന്നത്. അല്ലാണ്ട് നാടകം ചെയ്യാൻ തുടങ്ങിയത് 16 വയസ്സിലാണ്. 16. അപ്പോൾ ഏകദേശം 1/4 നൂറ്റാണ്ടിനടുത്ത് അഭിനയ ജീവിതം തുടങ്ങിയിട്ട് 24 വർഷം. ശരിക്കും മിനി സ്ക്രീനിലാണെന്ന് തോന്നുന്നു നിങ്ങളൊക്കെ കുറെ കൂടെ പ്രേക്ഷകരിലേക്ക് അറിയാൻ തുടങ്ങിയത്. എനിക്കൊന്ന് ആദ്യകാലം ഈ വോഡാഫോൺ കോമഡി സ്റ്റാർസ് ഒക്കെ വന്ന സമയത്ത് ഈ എന്താ പറയാ കൂടെ കളിക്കാൻ ലേഡീസ് കുറവായിരുന്നു. അന്ന് മെയിലായിരുന്നു ഫീമെയിൽ വേഷങ്ങൾ കിട്ടിയത്. എന്റെ കാലത്തും അതെ. ഞാൻ ഈ 14 വയസ്സിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും ആണുങ്ങളാണ് പെൺവേഷം കെട്ടിക്കിട്ട്
ഫീമെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരാരെങ്കിലും ആണുങ്ങൾ വന്നില്ലെങ്കിലാണ് ആ നമുക്ക് ഗ്യാപ്പില് നമുക്ക് കിട്ടുന്ന അവസരം കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ അതിനകത്തൊക്കെ ചെയ്തത്. അപ്പോൾ ചേച്ചി ഞാൻ ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്, അങ്ങനെയെങ്കിൽ ഈ ഫീൽഡിലും പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇതുണ്ടോ, എന്താ വരാനുള്ള ബുദ്ധിമുട്ടാണോ അതോ ചാൻസ് കിട്ടാത്തത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങളൊരു 50 ആർട്ടിസ്റ്റുകളെ, അതായത് കോമഡി ചെയ്യുന്ന സ്കിറ്റ് കളിക്കുന്ന ഒരു 50 മെയിൽ ആർട്ടിസ്റ്റുകളെ എടുത്താൽ ഒരു 10 ലേഡീസിനെ കിട്ടുമോ? കുറവാണ്, 50-ന് 10 കുറവാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അസോസിയേഷനിൽ പോലും ഏകദേശം 300 പേരുള്ളതിൽ ഞങ്ങളൊരു 15-ൽ താഴെ ഫീമെയിൽസേ ആകെ ഉള്ളൂ 300 ആർട്ടിസ്റ്റിൻ്റെ അകത്ത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രാം വന്നാൽ നമുക്ക് ചാൻസ് കൂടുതലാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഈ 300 പേരെ ഒരു പ്രോഗ്രാമിൽ എടുക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു 4 സ്കിറ്റ് ഉണ്ടെങ്കിൽ ഈ 15 പേർക്കും ഫീമെയിൽസിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും ചേച്ചി ഈ ഫീൽഡിലേക്ക് ആൾക്കാർക്ക് വരാനുള്ള ഒരു ചേച്ചിയുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഇപ്പം ഈ ഫീൽഡിൽ ഇപ്പോൾ നമ്മുടെ എത്രയോ ആൾക്കാർ കോമഡി പറയും, എന്നിട്ടും പക്ഷെ ആളുകൾക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, അതെന്തായിരിക്കാം? അത് അവരവസരങ്ങളെ തേടാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയും. പിന്നെ തലവര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എത്ര കഴിവുണ്ടെങ്കിലും മനുഷ്യനൊരു ഭാഗ്യം കൂടെ തുണച്ചാലേ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചും ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ്. എനിക്കിതിനകത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാര്യം നമ്മളെ ഏറ്റവും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടാണ് നമുക്ക് സന്തോഷിപ്പിച്ച് കിട്ടുന്ന ഒരു ജോലിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ അന്നം കൂട്ടാൻ പറ്റുമ്പോൾ ഏറ്റവും സന്തോഷമാണ്. കാര്യം ഒരു ഓഫീസിൽ വർക്ക് ചെയ്താൽ ചിലപ്പം ഓഫീസേഴ്സിന്റെ വഴക്ക് കേട്ട് അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ജോലി കമ്പൽസറി ആയിട്ട് ഇത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. തന്നെയല്ല നമുക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റും. നമ്മളൊരു സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെ അകത്ത് കോമഡി ആദ്യം പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇത് ചിരിച്ച് നമ്മുടെ ആ ചിരി തീർന്നു കഴിഞ്ഞാണ് നമ്മൾ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറിയുന്ന ചിരിക്കും. അപ്പൊ നമുക്ക് ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ചിരിയുണ്ട്. അതൊക്കെ ലൈഫിൽ കിട്ടുന്ന ഭയങ്കര ഒരു പ്ലസ് അല്ല. ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ അതാണ് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഒരുപാട് പേർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യ കാലങ്ങളിൽ ഞാൻ കോമഡി സ്കിറ്റൊക്കെ കാണാൻ തുടങ്ങുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ വരുന്നില്ല. ഇതിൽ ഉള്ള നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കൊക്കെ അങ്ങനെ പൊക്കി പറയല്ല, നമുക്ക് അത്യാവശ്യം എന്താ പറയുക സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, അതായത് ഒരു കൗണ്ടർ അടിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ടെൻഷനാണ്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ ഈ പരിപാടിയിൽ അന്നത്തെ പ്രൊഡ്യൂസർ ആയിരുന്ന ആളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു ലേഡിയാണ്, ഡയാന മാഡം. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ഓഡീഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ തലവരെയാണോ എന്തോ നമുക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ചേച്ചിയൊക്കെ പറഞ്ഞത് നിങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാഗ്യവും തലവരെ മാത്രമല്ല, എനിക്ക് അതിനകത്തൊരു ഹെൽപ്പിന് ഒരാളുണ്ടായി എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഞാൻ ആ പേര് മറക്കാൻ പാടില്ല. ഞാൻ ഈ പ്രോഗ്രാം കോമഡി ഫെസ്റ്റിവലിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് 2012. അപ്പോൾ ആ പ്രോഗ്രാം വീട്ടിലിരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതുപോലെ, മോളിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കും ഇതിനകത്തൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതിന് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല, ആരെയും അറിയില്ല, ചാനലേ അറിയില്ല, ചാനലിൽ ആരെയും പരിചയമില്ല. അപ്പം ഞാനും ഇതുപോലെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ജെയിൻ എരുമേലി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ വെള്ളാപ്പള്ളിയുടെയൊക്കെ ഫിഗറും ഒക്കെ ചെയ്യും, വോയിസ് ഇമിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു ജെയിൻ എരുമേലി. ജെയിൻ്റെ വൈഫും ഞാനും കൂടെ പണ്ട് ഒന്നിച്ച് സ്റ്റേജിലൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ്, റോജി എന്ന് പറഞ്ഞത്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഈ സാരംഗിയുടെ പ്രോഗ്രാമിലൊക്കെ ആർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ട് ജെയിനാണ് കോമഡി ഫെസ്റ്റിവലിൽ ജെയിൻ എന്നൊരു ടീമുണ്ട്. അപ്പോൾ അവിടെ റിമി ടോമിയുടെ ഫിഗർ ചെയ്യാൻ ഒരാളെ, ഒരു പുതുമുഖത്തിനെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിൻ പറയുന്നത്, പണ്ടത്തെ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഞങ്ങളുടെ കൂടെ കോമഡിയിലും അതിലൊക്കെ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവർ ചെയ്യുമോ എന്നറിയത്തില്ല, ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ജെയിനാണ് എന്നെ പറ്റി മനോരമയിൽ പറയുന്നത്. അങ്ങനെ അവർ വിളിക്കുക, ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. വന്നപ്പോഴത്തേക്ക് റിമി ടോമിയുടെ ഒരു പോർഷൻ ഒന്ന് ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് റിമി ടോമിയുടെ ഇതൊക്കെ നോക്കി. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ അഭിനയിച്ച് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല, പക്ഷേ സ്ലാങ് മാത്രം ഒന്ന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു, കോട്ടയം സ്ലാങ് ഒന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ പറഞ്ഞു പോയി. അങ്ങനെയാണ് എനിക്കൊരു ചാൻസ് കിട്ടുന്നത്. അത് ജെയിൻ എൻ്റെ ഒരു പരിചയക്കാരനായതുകൊണ്ടും നമ്മളെ അവിടെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ജെയിന് മനസ്സ് തോന്നിയത് കൊണ്ടുമാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു പിടിവള്ളി ഏതാണോ അതിൽ പിടിച്ച് കയറുക എന്നുള്ളതാണ് ലൈഫിൽ. ഞാൻ ചേച്ചിയുടെ ഇപ്പൊ പറഞ്ഞ റിമി ടോമിയുടെ ഞാൻ കണ്ടിട്ടുണ്ട്, റിമി ടോമിയുടെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലൈവായിട്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ, അത് കുറേ കാലമായി ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു റിമി ടോമി ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോയിൽ വന്ന് റിമി ടോമിയുടെ ഹ ഹ ഹ എന്നുള്ള ചിരി അതാ ഇങ്ങനെ
ഈ സാധനമായിരുന്നു അത് അങ്ങനെ ചെയ്തത്. അതാ ചിരി ചിരി മാത്രമേ ഇപ്പൊ കിട്ടത്തുള്ളൂ. അതാ പറഞ്ഞ അന്നത് മറ്റേ റിമി ടോമി തന്നെ അടിച്ച് മറ്റേ സ്റ്റേജിൽ നിന്ന് അടിച്ച് ചിരിച്ച് മറിഞ്ഞൊരു എപ്പിസോഡ് ഞാൻ കണ്ടതായിട്ട് ഇപ്പോൾ ഓർക്കുന്നത്. ചേച്ചി പറയുമ്പോഴാണ് മനസ്സിലായത്. നമ്മളിങ്ങനെ ചേച്ചിയുടെ കുറിച്ച് ഇങ്ങനെ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ ചേച്ചി അഭിനയിച്ച ഒരു ഒട്ടുമിക്ക സാധനം ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ അതിലിപ്പോൾ ചേച്ചി പറഞ്ഞപ്പോഴും ഓർത്ത് അന്ന് നമ്മളത് കണ്ടിട്ടുണ്ട്. ചേച്ചിനെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്. ചേച്ചി ഈ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ 15-ാമത്തെ വയസ്സ് മുതൽ ചേച്ചി ഈ ഫീൽഡിലുണ്ട്, നാടകത്തിലുണ്ട്. ചേച്ചി എങ്ങനെയായിരുന്നു ഈ നമ്മുടെ ഇപ്പോൾ ചേച്ചിയുടെ നാട് ആലപ്പുഴ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്കൊക്കെ അന്നത്തെ കാലത്ത് ഒരു ഈ നാടകത്തിലേക്കൊക്കെ ഒരു എൻട്രൻസും പിന്നെ ഈ പറയുന്ന പോലെ അവിടെ നിന്നൊക്കെ എങ്ങനെയാണ്? ഞാൻ അമച്വർ നാടകങ്ങളിൽ നിന്നാണ് വന്നത്. ഇപ്പോഴും എനിക്ക് പ്രൊഫഷണൽ നാടകം ചെയ്യുന്നേക്കാളും ഇഷ്ടം അമച്വർ ചെയ്യുക എന്നുള്ളത്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിവാദമായി നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര സഭയൊക്കെ ഭയങ്കര പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകമുണ്ട്, കക്കുകളി എന്ന് പറഞ്ഞിട്ട്. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിലൊക്കെ കളിച്ചത് ഇറ്റ്ഫോക്ക് ഇന്ത്യ വേദിയിൽ നമ്മൾ അവതരിപ്പിച്ച കഴിഞ്ഞ വർഷം. ആ നാടകമാണ് ഇപ്പം ഞാൻ അമച്വർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാമ. അത് ചേച്ചി എങ്ങനെയായിരുന്നു നാടകത്തിലേക്ക് വന്നത്? ഈ അമച്വർ ചെയ്തിട്ട് അതിൽ നിന്ന് ആ നാടകങ്ങൾ കണ്ടിട്ടാണ് പ്രൊഫഷണൽ നാടകത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് ചെയ്ത നാടകം KPSCയുടെ പ്രണയസാഗരം എന്ന് പറയുന്ന നാടകമാണ്. 2014-15 KPSCയുടെ 60ാമത് നാടകം. അതൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മനോജ് നാരായൺ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അവരുടെ ഫസ്റ്റ് നാടകത്തിലെ നായിക ഞാനായിരുന്നു. മനോജ് നാരായണനും രാജീവൻ മമ്മളി എന്ന് പറയുന്ന രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത ഫസ്റ്റ് നാടകം മാണിക്കക്കല്ല് എന്ന് പറയുന്ന നാടകത്തിലെ നായിക ഞാനായിരുന്നു. ആ മനോജേട്ടൻ്റെ 60ാമത്തെ നാടകത്തിലും എനിക്ക് അഭിനയിക്കാൻ പറ്റി. മനോജേട്ടൻ്റെ 60ാമത്തെ അല്ല, KPSCയുടെ 60ാമത്തെ നാടകത്തിലും എനിക്ക് ചെയ്യാൻ പറ്റി. ചേച്ചി ഈ പറയുന്ന പോലെ ഈ നാടകത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ മുഹമ്മ പോലെ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് നാടകത്തിലേക്ക് വീട്ടിൽ നിന്നുള്ള എൻട്രൻസ് ഒക്കെ? വീട്ടിൽ എനിക്ക് കുഴപ്പമുണ്ടായില്ല. കാര്യം എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷെ എന്നാൽ വീട്ടുകാരൊക്കെ ഭയങ്കര മറ്റുള്ള അച്ഛൻ്റെ ബന്ധു മിത്രാദികളൊക്കെ കുറച്ച് പേരൊക്കെ വെറുതെ എന്നെ ഡാൻസ് തുള്ളാൻ പോകുന്നു, നാടകം തുള്ളാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞവരും ഒക്കെ ഉണ്ട്. നാട്ടുകാർ അതിനേക്കാൾ കൂടുതൽ ക്രൂശിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ നാട് ഞാൻ പറയത്തില്ല ഒരിടത്തും. നാടെന്നല്ല, നാടിൻ്റെ പേര് ഞാൻ എൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും പറയും നാടിൻ്റെ പേര് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് പറയും, ചേർത്ത് വെക്കും. അങ്ങനെ ഇപ്പം പ്രസാദേട്ടൻ ഉൾപ്പെടെ മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ചേട്ടൻ മുഹമ്മദ് കുറച്ചുകൂടെ അങ്ങോട്ട് മാറി. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ നാടിനെ ഞാൻ കുറ്റം പറയുന്നതല്ല, എൻ്റെ നാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു നാടാണ്. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ ഒരുപാട് പേര് വരും. ആകാനായിട്ട് വളർച്ചയ്ക്ക് ചവിട്ടുപടിയായിട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത്. അങ്ങനെ ഒരിക്കലും എൻ്റെ നാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരിതല്ല. ഞാൻ നാടകം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തെ എൻ്റെ ബാഗും തൂക്കി ഞാൻ വരുമ്പോൾ മോശപ്പെട്ട കമൻ്റ് അടിച്ച് എന്നെ വിഷമിപ്പിച്ച് എന്നെ കരയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ മുഹമ്മയിലുള്ള ആൾക്കാർ. ആ ആൾക്കാർ അന്ന് എന്നെ കാണുമ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ മാറിപ്പോകുമ്പോൾ നാടകക്കാരി എന്നുള്ള ഇതിൽ അപ്പുറത്തോട്ട് മാറിപ്പോ മിണ്ടാൻ കഴിയില്ലാഞ്ഞിട്ടേ മാറിപ്പോകുന്ന ആൾക്കാർ ഇന്ന് നമ്മളെ കാണുമ്പോൾ അപ്പുറത്തെ സൈഡാണ് ഓടി ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് അതാണ് ചാനലും സ്റ്റേജ് ഷോയും തമ്മിലുള്ള അമ്മ ഒരു തിരുവാതിരയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ കലയുണ്ട്. അമ്മയാണ് എന്നെ ഭക്തിഗാനങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിരുന്നത്. അച്ഛനും സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അച്ഛനും പാടും അമ്മയും പാടും. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വളരെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു എനിക്ക് വീട്ടിൽ നിന്ന് വലിയ സ്ട്രഗിൾ എനിക്ക് വന്നിട്ടില്ല, പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. അല്ല ചേച്ചി, അന്നത്തെ കാലം കൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴാണല്ലോ ഈ കുറച്ചുകൂടെ ഒക്കെ ആളുകൾ പെൺകുട്ടികൾ നടക്കുന്നതിന് എടുക്കുന്നതിന്. ഈ നാടകം എന്ന് പറയുമ്പോൾ തന്നെ അന്ന് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അന്നൊക്കെ ജീൻസും ടോപ്പ് ഇട്ടാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഓർമ്മിപ്പിക്കല്ലേ സത്യം. ഞാൻ ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എന്നെ ഏതാണ്ട് അന്യഗ്രഹ ജീവിനെ നോക്കുന്ന പോലെയൊക്കെ നോക്കിയിട്ടുണ്ട് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴൊക്കെ. അത്രയും ഡെവലപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അന്ന്. 20-24 വർഷം മുമ്പുള്ള കാര്യമല്ലേ പറയുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം കോമൺ ആണ്, എല്ലാവരും മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു ഇതായി. മുഖം ഇപ്പം ഭയങ്കര പക്ഷെ എത്രയേക്കാൾ ആൾക്കാർ അവിടെ തന്നെ ഉള്ളവർ, അവർക്കൊക്കെ കുറച്ച് പ്രായമായിന്നേ ഉള്ളൂ. എനിക്കും അല്ല ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഒരുപാട് അനുഭവം ഉണ്ട് എനിക്ക്. നാടകത്തിൽ പോയതിന്റെ പേരിൽ ഒരുപാട് മോശം കമന്റ്സും ഫേസ് ചെയ്ത ഒരാളാണ്. കല്യാണമൊക്കെ മുടങ്ങിയിട്ടുണ്ടോ? കല്യാണം അങ്ങനെ മുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അല്ല നല്ലവരായ നാട്ടുകാരാണോ? ഇല്ല, ഞാൻ പ്രേമിച്ച് കെട്ടിയ ആളായതുകൊണ്ട് പിന്നെ കല്യാണത്തിന് ആ ഒരു വിഷയം വന്നിട്ടില്ല. അതായിരുന്നല്ലേ ചേച്ചിയുടെ ഫാമിലി? ഹസ്ബൻഡ് സുരേഷ് ആസ്ട്രോളജറാണ്, ജെമോളജിസ്റ്റും കൂടെയാണ്. പിന്നെ മക്കള് 2 മൂത്തമോൻ ദേവനാരായണൻ, ഇളയാള് അനന്തരാമൻ. മൂത്തയാള്
ഇപ്പൊ സിനിമാറ്റോഗ്രാഫി പഠിക്കുന്നു. ഞാനിപ്പോ ചെയ്യുന്ന പിന്നെ സൂര്യ കോമഡിയിൽ കോളാമ്പി എന്ന് പറയുന്ന സീരിയലിന് ക്യാമറ ചെയ്യുന്നത് മോനാണ്. എനിക്ക് ക്യാമറയോട് ഒരു ഭയങ്കര ക്രൈസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ക്യാമറ പഠിച്ചു. അപ്പൊ ക്യാമറ പഠിച്ചിട്ട് ഇപ്പൊ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്നുണ്ട്. ഇളയാള് 8ാം ക്ലാസ്സുകാരൻ. അവൻ കർഷകനാണ്. മികച്ച കുട്ടി കർഷകനുള്ള അവാർഡൊക്കെ മേടിച്ച ആളാണ്. നാട്ടിലെ മണ്ണിൽ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ മണ്ണ് ഭയങ്കര നല്ല മണ്ണായതുകൊണ്ട് എന്തും വിത്തെറിഞ്ഞാൽ വിളവ് കിട്ടുന്ന മണ്ണാണ്. കഷ്ടപ്പെടണം. ചേച്ചി ഇപ്പം ചേട്ടൻ ആസ്ട്രോളജർ ആണെന്ന് പറഞ്ഞില്ലേ, എങ്ങനെ രാവിലെ ഇറങ്ങുമ്പോ സമയമൊക്കെ നോക്കി പറയോ? രാവിലെ ഇറങ്ങുമ്പോ സമയം നോക്കിയൊന്നും പറയത്തില്ല. അങ്ങനെ ഞാൻ അതിനകത്ത് അത്ര ഇൻവോൾവ് അല്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ കുറച്ച് നാൾ ഞാൻ വണ്ടി ഓടിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. 2 വീലർ, ഞാൻ ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാനൊരു ആക്സിഡന്റ് ആയതായി ഈ കൈ ബൈക്കിൽ തന്നെ വീണിട്ട് 2014 ഈ നാടകം ചെയ്യുന്ന സമയത്ത്. ആ ഊരിപ്പോയ കയ്യും വെച്ചുകൊണ്ടായി 80 നാടകം ബാക്കി കളിച്ചത്. കുറച്ചേ ആയുള്ളായിരുന്നു. നാടകം തുടങ്ങിയിട്ട് ഒരു 10-20 നാടകമൊക്കെ ആയുള്ളായിരുന്നു. 20-25 നാടകം. എന്നിട്ട് ഈ ബാക്കി നാടകം മുഴുവൻ 80 നാടകവും ഈ കൈ ഊരിപ്പോയ കൈ. അത് ഒരു സീനിൽ ഇങ്ങനെ പിടിച്ച് കറക്കുന്ന സീനുണ്ട്. അതിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് പിടിച്ച് തിരിക്കുമ്പോൾ ഊരിപ്പോകും. വീണ്ടും സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ വന്ന് ഇങ്ങനെ കറക്കി വീണ്ടും ഇടും അടുത്ത സീനിൽ. അങ്ങനെ ഇതായത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ എനിക്ക് ഇത്തിരി സമയദോഷമാണ്. അതുകൊണ്ട് ബൈക്ക് ഓടിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാൾ ഞാൻ ചോദിക്കാൻ കാണാനല്ലോ, ഞങ്ങളൊക്കെ സമയം നോക്കിക്കാൻ വേറെ ആൾക്കാരോട് പറയൂല്ലോ. അത് ഇടയ്ക്ക് പറയും. എന്നാലും ഈ കഴിഞ്ഞിടയ്ക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നാള് 2 വർഷം കോമഡി പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാർച്ച് കഴിയുമ്പോഴത്തേക്കും നന്നാകുമെന്ന് പറഞ്ഞു. കറക്റ്റ് ഏപ്രിൽ മാസമായപ്പോൾ അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് വീണ്ടും വിളിച്ചു. അവിടെ ഒരു 3-4 വർഷം ഞാൻ ചെയ്തായിരുന്നു. 2018-19 അമൃതയിൽ ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2022 മാറി നിന്ന് ഇപ്പൊ 24 ഏപ്രിൽ കറക്റ്റ് വീണ്ടും കയറി. അപ്പൊ അന്നേരം എന്നോട് പറഞ്ഞു മാർച്ച് മാസം കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാറുണ്ട്. എന്തെങ്കിലും അല്ല, നിങ്ങൾക്കൊക്കെ ലക്കാണ്. കാരണം നമ്മളൊക്കെ അറിയാൻ മേലാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മറ്റേ ഓൺലൈൻ ഗൂഗിളിനോട് വരെ ചോദിക്കുന്ന ആൾക്കാർ. പിന്നെ ചേച്ചി ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞു ആദ്യം നമ്മുടെ ഒരു മിനി സ്ക്രീനിൽ നമുക്ക് കിട്ടി. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം കോമ്പറ്റീഷനും കൂടെ ഉണ്ട് ഇതിൻ്റെ. അതായത് നിങ്ങൾ മത്സരങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്നെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ബോഡി ഷെയ്മിങ്, മറ്റേ സ്ത്രീകളെ വെച്ചിട്ടുള്ള ജോക്കുകൾ, എനിക്ക് ആക്ച്വലി പേഴ്സണലി എനിക്കത് കാണാൻ വലിയ താല്പര്യമില്ല. ആദ്യകാലങ്ങളിൽ ഞാനിതൊക്കെ കണ്ടിരുന്നു. മറ്റേ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഞാനിത് ആദ്യം മുതൽ ഞാൻ പറഞ്ഞില്ലേ വോഡാഫോണാണ് ഞാൻ കോമഡി സ്റ്റാർസാണ് കണ്ടു തുടങ്ങുന്നത്. അന്നത്തെ ടീമിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ ജോക്കുകൾ അന്ന് നമുക്ക് എന്തോ ഒരു പിടിക്കുന്നില്ല. ചില ജോക്കുകൾ നമുക്ക് തന്നെ പിടിക്കില്ല എന്നുള്ളത് ഞാൻ എൻ്റെ കാര്യമായിട്ടോ ചേച്ചി പറയുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ ചേച്ചിക്ക് വന്നിട്ടുണ്ട്? അത് ഇഷ്ടം പോലെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബോഡി ഷെയ്മിങ് നടത്തി തന്നെ ഒരുപാട് സ്കിറ്റുകൾ ഞാൻ തന്നെ അഭിനയിച്ച ഇതുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ ഗതികേടെന്ന് പറയുന്നൊരവസ്ഥയില്ലേ, നമുക്കിതിന് നിന്ന് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയില്ലേ. നമ്മുടെ ജീവിത മാർഗമാണിത്. പക്ഷേ ബോഡി ഷെയ്മിങ് ഒത്തിരി. എനിക്ക് തടിയുള്ളത് കൊണ്ട് തടിയുടെ പേരിൽ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്ന ഭാര്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഇതാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ കോമഡി ചെയ്യുന്ന ഇത്രയും ഫീമെയിൽ ആർട്ടിസ്റ്റിലെടുത്ത ഏറ്റവും ഭംഗി കുറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ തന്നെ പറയുന്നത്. എനിക്ക് എന്നെ പറ്റി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ. അല്ല, നമുക്ക് നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും ഭംഗിയുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇതൊക്കെ വരുമ്പം അവരെന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ മോശം അതായത് ബോഡി ഷെയ്മിങ് ചെയ്യാനൊക്കെ സ്കിറ്റുകളിൽ കൂടുതലും എന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിനുവേണ്ടി ബലിയാടാകേണ്ടി വന്നിട്ടുള്ള ഒരു എനിക്ക് അതിനോട് പ്രത്യേകിച്ച് എന്നല്ല, എനിക്ക് താല്പര്യമേ ഇല്ല അതിനോട്. അല്ല, ഇപ്പൊ ചേച്ചി പറഞ്ഞു അന്ന് നമ്മുടെ ജീവിത മാർഗ്ഗം. ഇന്ന് നമ്മൾ കുറെ കൂടെ സോഷ്യൽ മീഡിയ അടക്കം കഴിഞ്ഞ ചേച്ചി പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ. കാര്യം ചേച്ചി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ ചേച്ചി ആ ജഡ്ജ്മെന്റിന് ഇരുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ. ചേച്ചി ഉള്ള ദിവസം ചേച്ചി പറഞ്ഞ പോലെ പേടിയാണ്. ആരെങ്കിലും കളിയാക്കി ചേച്ചി 0 ഇട്ട് വെക്കും. കറക്റ്റാണത്. അത് എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാര്യം ആരെ കളിയാക്കിയിട്ടല്ല ഒരു സ്കിറ്റ് ഉണ്ടാക്കേണ്ടത്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള തമാശകൾ വേണം. ആരെ വേദനിപ്പിക്കാതെ എല്ലാവർക്കും കേട്ടാൽ സന്തോഷം തോന്നുന്നതായിട്ടുള്ള തമാശകൾ ഉണ്ടാക്കണം. പലപ്പോഴും ദ്വയാർത്ഥമുള്ളത്, അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പറ്റി. അതായത് എനിക്ക് ഒട്ടും സഹിക്കാൻ മേലാത്തത് എനിക്ക് എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയണേ, ഒട്ടും സഹിക്കാൻ മേലാത്ത ഈ സ്ത്രീകളെ പറ്റിയിട്ട് ദ്വയാർത്ഥം പറയുകയത്തില്ലേ, ഭയങ്കര വിഷമം വരും അത്. കാരണം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ കൂട്ടത്തിൽ അത്തരം കളിയാക്കലുകൾക്ക് ചേച്ചീനെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. 2 കാര്യമായിരിക്കാം. ഒന്ന്, ചേച്ചി ഒന്നും പറയത്തില്ല.
2 ഫിഗർ ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്നെ അങ്ങനെ ചൂസ് ചെയ്ത് ഞാൻ പറയും പറ്റില്ല, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. നമ്മളെ ഈ ബോഡി ഷേമിങ് ഇതൊക്കെ കേൾക്കുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര അയ്യോ എന്തിനാ അങ്ങനെ സ്ത്രീകളെ ചില ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ ആണുങ്ങൾ തന്നെ, ഞാൻ ആർട്ടിസ്റ്റുകളുടെ ഒന്നും പേര് പറയുന്നില്ല, ആണുങ്ങൾ തന്നെ നമ്മുടെ പെണ്ണുങ്ങളെ ഫിഗർ ചെയ്തിട്ട് ഭയങ്കര വൾഗറായിട്ട് ചെയ്യും. ചേച്ചി അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, എടാ അങ്ങനെ ചെയ്യരുത്, ഇത്തിരി കൂടെ തിരുത്തൽ വേണം? ഇല്ല, നമ്മൾ അങ്ങനെ സംസാരിച്ചില്ല. കാര്യം എന്നെ പോലെ തന്നെ അഭിനയിക്കാൻ വന്ന ആൾക്കാരാണ് അവരും കമ്പൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് ചെയ്യാൻ അവർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആളിനെ വിളിച്ചിട്ട് അവർ ഇത് തന്നെ ചെയ്യിക്കും. മനസ്സിലായി? ഇപ്പം ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ വേണ്ട പൊയ്ക്കും. അപ്പോൾ അടുത്ത ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അവർ ഈ റോള് തന്നെ ചെയ്യിക്കും. അപ്പം പിന്നെ ഞാൻ ചെയ്യുന്നത് അവർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അവരത് അവർ ഉദ്ദേശിക്കുന്ന സാധനം അവർ ചെയ്യും. അപ്പം പിന്നെ നമ്മൾ ചെയ്യത്തില്ല. കാര്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചാൻസ് ആണ് പോകുന്നത്, നമ്മുടെ കരിയറാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ഞങ്ങളെ പോലുള്ളവർ വിമർശിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്കുണ്ട് മനസ്സിൽ. പക്ഷേ ഞാൻ എത്രയോ സ്കിറ്റുകളിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വേഷം ചെയ്തിട്ടുണ്ടെന്ന്. എത്രയോ സ്കിറ്റുകളിൽ എത്ര സ്കിറ്റ് വന്നാലും അതിലെല്ലാം അവർ അങ്ങനത്തെ വേഷങ്ങൾ വരുമ്പം അത് ചിലപ്പോൾ പെർഫോമൻസ് വൈസ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവരുദ്ദേശിക്കുന്നതിനേക്കാൾ മേളിൽ ചെയ്യുമെന്നായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എപ്പോഴും അതെൻ്റെ തലക്കിട്ടായിരിക്കും അടി കിട്ടുന്നത്. എനിക്ക് തന്നെ ആയിരിക്കും ആ വേഷം വരുന്നത് കൂടുതലും. അതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗതികേടെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ ഒരു ജോലിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, ഏത് വേഷം പറഞ്ഞാലും ഞാൻ ചെയ്യും. എനിക്ക് ആപ്റ്റായിട്ടുള്ളത് അതിപ്പോൾ ഒരു 18 വയസ്സുകാരിയുടെ 20 വയസ്സുകാരിയുടെ വേഷം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇത്രയും ഏജിലായി. പക്ഷേ അല്ലാത്ത ഇതുപോലുള്ള ക്യാരക്ടർ വന്നാൽ ഞാൻ ചെയ്യും. കാര്യം എൻ്റെ പ്രൊഫഷനാണത്. അഭിനയം എന്നുള്ളത് എൻ്റെ പ്രൊഫഷനാണ്. അഭിനയിക്കാൻ ഏത് റോള് പറഞ്ഞാലും അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. ചേച്ചി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല, മോണോ ആക്ടിനൊക്കെ വേണ്ടിയിട്ട്. അല്ല, ഇനി ഒരു കാലത്ത് ചേച്ചി സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊരു ട്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇത് വരുവാണെന്ന് വിചാരിക്കേ, ചേച്ചി ഈ പറഞ്ഞതൊക്കെ അതിനകത്ത് പാലിക്കോ? ഈ പറഞ്ഞ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചേച്ചിക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവില്ല. പക്ഷെ ഇനി ഒരു കാലത്ത് നമ്മുടെ കൂടെ കളിക്കുന്നവർ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നാൽ ചേച്ചി പറയോ അത് കുറച്ചൊക്കെ ഒന്നെങ്കിലും ഒന്ന് മയപ്പെടുത്താൻ? ചാനൽ ചെയ്യാം. ഞങ്ങളിപ്പം ഈ റിഹേഴ്സലിനിടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ പറയല്ലേ ബോഡി ഇപ്പൊ പറയാൻ തുടങ്ങിയത്. ഇപ്പൊ മാറ്റമാണ്. ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യും. കാര്യം ഇത് ജനങ്ങൾ ഇതിനകത്ത് കമന്റ് ഇടാൻ തുടങ്ങി. ഇതെല്ലാം ഏത് പ്രോഗ്രാംസും ഇപ്പൊ യൂട്യൂബിലിടും. യൂട്യൂബിൽ വന്നിട്ട് താഴെ കമന്റ് ഇടുമ്പോൾ നമ്മൾ ആ കമന്റ് സെക്ഷൻ വായിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ ചാനൽ പോലും അത് സമ്മതിക്കാത്തൊരു ഇതുണ്ട്. ലേഡീസിനെ കളിയാക്കുന്നതൊക്കെ ചാനലുകൾ സമ്മതിക്കാത്ത അവസ്ഥ വന്നു. അതിപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. കാര്യം ഇപ്പം നമുക്ക് അവരുടെ ബോഡി ഷേമിങ്ങിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥയില്ല. അത് അല്ലാതെ എന്തെങ്കിലും റിഹേഴ്സലിൽ പോലും വന്നാലിപ്പോൾ എടാ അത് മാറ്റടാ, അത് കൊള്ളത്തില്ല, അയ്യാ അങ്ങനെ പറയല്ലേ. അത് അല്ല, ഇപ്പൊ ചേച്ചി തന്നെയാണല്ലോ വന്നപ്പോൾ എന്നോട് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം അത് ഭയങ്കരമാണ്. കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ നിങ്ങളുടെ ഒരു ചെറിയ നിമിഷം എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്ത് അല്ല, ഞാൻ കാണാറുണ്ട്. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അല്ല, അപ്പൊ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന കറുത്ത് തടിച്ച അങ്ങനെ ഒരു സ്ത്രീയിൽ നമ്മൾ എന്നെ പറഞ്ഞിട്ടുണ്ട് പലവരും. ആങ്കറിനെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്റെ കറുപ്പാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് പ്ലസ് ആവണോ മൈനസ് ആവണോ എന്ന് എന്റെ കാര്യം. കാരണം വേറൊരാളില്ല കറുത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ കറുപ്പിലോ വെളുപ്പിലോ അങ്ങനെ ഒരു ഇത് കാണുന്ന ഒരാളല്ല. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ചിലപ്പോൾ സ്കിൻ ടോൺ തെളിയും, ചിലപ്പം ബ്ലാക്ക് ആയിട്ട് വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രാവശ്യം ഞാൻ കറുത്തിട്ടും വെളുത്തിട്ടും ഇങ്ങനെ മാറി വരും. അത് എൻ്റെ രോഗാവസ്ഥയാണ്. എനിക്കിപ്പോൾ കിഡ്നിയൊക്കെ പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ടും ഡാർക്കായി അങ്ങനെ കറുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കിൻ ടോൺ മാറുന്നതിന് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ പിന്നെ വേറൊരാളുടെ സ്കിൻ ടോൺ എങ്ങനെ, അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിലും ഒരാളിൻ്റെ കഴിവിനെ അളക്കുന്നത് അയാൾ കറുത്തിരിക്കുന്നോ വെളുത്തിരിക്കുന്നോ എന്ന് നോക്കിയിട്ടല്ല. അയാൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് കൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ജീവിതത്തിലുണ്ടാവും. അല്ല, ഞാനിപ്പം നമ്മളിപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ജനങ്ങൾ ഭയങ്കരമായിട്ടും പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ആക്കം കുറഞ്ഞിട്ടുണ്ട്. ആ മാറ്റം വന്നു മോളെ, മാറ്റം വന്നു. അത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം നമ്മുടെ സ്കിറ്റുകളിൽ ബോഡി ഷേമിങ് ഇല്ല എന്നുള്ളത്. ഇപ്പം ഈ ഒരു അടുത്ത കാലത്തോളം വെച്ച് നോക്കിയാൽ ഒട്ടുമിക്ക സ്കിറ്റുകളിലും, ഒട്ടുമിക്കെന്നല്ല ഇപ്പോൾ ഒരു സ്കിറ്റിലും ഒരാളെയും ബോഡി ഷേമിങ് ചെയ്യുന്നില്ല എന്നുള്ളത് അതൊരു മാറ്റമാണ്. അത് പ്രതികരണത്തിന്റെ ഫലമാണ്. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അവരുടെ കറുപ്പിനെ അല്ലെ വെളുപ്പിനെ ഇതിനെ മുറിവേക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞില്ല, ഗതികേട് കൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ കരച്ചിൽ. എനിക്ക് മാത്രം എന്താ ഈ റോള്? എൻ്റെ മക്കള്, ഞാൻ
ഒരു ഒരു 2-3 ഷോർട്ട് ഫിലിംസ് സ്കിറ്റുകൾ ഇതിലെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേഷം ചെയ്തപ്പോൾ എൻ്റെ മോൻ മുതിർന്ന മോനാ, അവന് 19 വയസ്സുണ്ട്. അമ്മ ഇങ്ങനത്തെ ക്യാരക്ടറുകൾ തന്നെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സ്കിറ്റ് അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മെസ്സേജ് ഉള്ളൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ അതിനകത്ത് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മോൻ അമ്മയെ റേപ്പ് ചെയ്യുന്നതാണ്. അത് പ്രോസ്റ്റിറ്റ്യൂട്ട് വേഷമല്ല, റേപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ റേപ്പ് ചെയ്യപ്പെടുന്നത് കാണുന്ന എൻ്റെ സ്വന്തം മോനാ ഇത് കാണുമ്പോൾ അവനുണ്ടായൊരു വേദന ഉണ്ട്. അവനതൊരു ഷോർട്ട് ഫിലിം ആണെന്നോ അതിനകത്ത് അമ്മ അഭിനയിക്കുകയാണെന്നോ ഉള്ളതിനേക്കാൾ അപ്പുറം അവൻ്റെ അമ്മ എന്നുള്ളത് ചിന്തിച്ചപ്പോൾ അമ്മച്ചി ഇനി ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മക്കൾക്ക് അത് വേദന ഉണ്ടാക്കുന്നെന്ന് തോന്നി. പക്ഷെ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ ഞാൻ ചിലപ്പോൾ ഇനിയും അതുപോലത്തെ വേഷങ്ങൾ ചെയ്തെന്നിരിക്കും. പക്ഷെ എന്നാലും ഒന്നുകൂടെ ചൂസ് ചെയ്യാൻ ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സെലക്റ്റീവ് ആകാൻ നമ്മൾ ശ്രദ്ധിക്കും. കാര്യം നമ്മുടെ മക്കൾക്ക് അത് വേദന ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക്. ചേച്ചി ഇപ്പം അസുഖത്തെ കുറിച്ച് പറഞ്ഞു, എന്ത് പറ്റി? അത് നാടകം കളിച്ചുണ്ടായ ഒരു അസുഖമാണ്. കാര്യം ഉറക്കം നിന്ന് നാടകം കളിക്കുന്നതിനിടയ്ക്ക് കൃത്യസമയത്ത് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ, യൂറിൻ പാസ് ചെയ്യാനായിട്ട് വണ്ടി നിർത്തി തരാതെ വന്നപ്പോൾ നമ്മൾ സമിതി ഇപ്പോൾ പറയുന്നത് ശരിയല്ല, എന്നാലും അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നും ആ ഡ്രൈവറുമായിട്ട് ഇടിയായിരുന്നു. അങ്ങനെ യൂറിൻ പിടിച്ച് വെച്ച് വന്നപ്പോഴത്തേക്ക് കിഡ്നിയിലേക്ക് നീര് വന്നിട്ട് ഇപ്പോൾ ഒരു കിഡ്നിക്ക് 10 വർഷമായിട്ട് നീരാണ്. അതിന് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. അത് ഒക്കെ ഒരു വഴിയിലങ്ങനെ പോയിക്കോളും. ഞാൻ ഒന്നിനെക്കുറിച്ചും ബോധമിടല്ല. രോഗാവസ്ഥ എന്ന് പറയുന്നത് അത് ഏത് മനുഷ്യനും ഏത് സമയവും വരുന്നത്. എനിക്കും അതുപോലെ ഒരു പരീക്ഷണത്തിന് വേണ്ടി തന്നു. നമ്മളതിനെ റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ധൈര്യത്തോടെ നേരിടുക എന്നുള്ളത്. അത് എന്ത് രോഗത്തിനാണെങ്കിലും ഫേസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ചേച്ചി ചേച്ചി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷെ നമുക്ക് വിഷയം ഒന്ന് മാറ്റിവിടാം. എനിക്ക് ഒന്നിനെ പറ്റി സങ്കടം ഇല്ലാത്ത ഒരാളാണ്. ഇല്ല, എനിക്ക് ഒന്നിനെ പറ്റിയില്ല. നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കിട്ടേണ്ട പരിഗണനകൾ കിട്ടാതെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെറുപ്രായത്തിലും ഇപ്പോഴും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ തരണം ചെയ്യുക എന്നുള്ള കാര്യം. നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നാടകം. നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കാൻ വന്ന കഥാപാത്രങ്ങളാണ്. ആ റോള് നന്നായിട്ട് ചെയ്യുക, ഇവിടുന്ന് നന്നായിട്ട് ആ അഭിനയം, ആ വേഷം നന്നായിട്ട് ചെയ്തു വെച്ചിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് ഇതുപോലെ തന്നെ നാടകം കളിക്കാൻ വന്ന കുറേ പേരാണ് നമ്മുടെ ചുറ്റിനുമുള്ളവർ. അത് ബന്ധുമിത്രാദികളും മക്കള് എല്ലാവരും പല രൂപത്തിൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. അങ്ങനെ കരുതുമ്പോൾ നമുക്ക് വിഷമം പോകും. നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടവരാണ്. ഇതിനിടയ്ക്ക് വന്ന് വേഷം ആടിപ്പോകുന്ന കുറേ അംഗങ്ങളുടെ ഇടയിൽ നമ്മളും അവരുടെ കൂടെ ഗ്യാങ് ആയിട്ട് നിന്നിട്ട് എൻജോയ് ചെയ്യുക, നാടകം കളിക്കാൻ പോവുക. അതങ്ങനെ ലൈഫിനെ ഞാനിപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആ വിഷമങ്ങളൊക്കെ അങ്ങനെ മാറി. അവർ പരിഗണിക്കാത്തതിലോ നമ്മളെ മൈൻഡ് ചെയ്യാത്തതിലോ നമ്മളെ വിളിക്കാത്തതിലോ ഒക്കെ ഉള്ള വേദനകൾ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ കുറേ ടെൻഷനും വിഷമങ്ങളങ്ങ് മാറ്റി വെച്ചു. അത്രയേ ഉള്ളൂ. ചേച്ചി, നമ്മുടെ മനോജ് ഏട്ടൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കുറേ മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. എൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ ഞാൻ ഇവരെയൊക്കെ മനോജ് ഗിന്നസ്, ദേവി ചന്ദന ചേച്ചി, പറയുന്ന സാജൻ ചേട്ടൻ, പിന്നെ ആ സമയത്തുണ്ടായിരുന്നു. അവരുടെ കൂടെ ചേച്ചി ചെയ്തിട്ടില്ലേ? ഉണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ഇപ്പൊ പുതിയതായിട്ട് കുറെ പേര് ഇങ്ങനെ എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ നേരത്തെ മുന്നേ കളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഇതെന്ന് പറയുന്നത് KS പ്രസാദ് ഏട്ടന്റെ കൂടെ അന്ന് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പെർഫോം ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അത് നമ്മളൊക്കെ ചെറുതിലെ CD ഇട്ടുണ്ട്, DVD ഇട്ടും കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തവരാ. അവരുടെ കൂടെ ഇപ്പൊ ഉള്ള ആൾക്കാർ. ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസ് അവരുടെ കൂടെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നതിന് ശേഷമാണ് ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ദേവിയെ എനിക്ക് ഒരു 14 വയസ്സ് മുതലേ എനിക്കറിയാം ദേവിയെ. കാര്യം എന്നെ പഠിപ്പിച്ച മലയാള അധ്യാപകൻ വാസവൻപിള്ള സാറിൻ്റെ മോളാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ സ്കൂൾ ഫംഗ്ഷനൊക്കെ ദേവി വരികയും ഡാൻസ് ചെയ്യും. എന്നെ കലോത്സവങ്ങളിൽ കൊണ്ടുപോകുന്നത് സാറായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ കൂടെ മോളും വരുമായിരുന്നു കലോത്സവ വേദികളിലൊക്കെ. അപ്പോൾ എനിക്ക് ദേവിയെ അന്ന് മുതലേ എനിക്കറിയാം. പക്ഷേ ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ ചാനലിൽ വന്നതിന് ശേഷമാണ് ദേവിയുടെ കൂടെ മനോഹരൻ്റെ കൂടെ ഒക്കെ നമ്മൾ വന്നിരിക്കുന്നത്. അല്ലാതെ പണ്ട് കാലത്തെ സ്റ്റേജ് ഷോയിലൊന്നും ഞാൻ ഇവരുടെ കൂടെ ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഇവര് എറണാകുളം ബേസ്ഡ് ഈ കൊച്ചിൻ ഗിന്നസ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അവിടെ തെക്കൻ ഏരിയ സാരംഗി അങ്ങനെയൊക്കെ ആ ഭാഗത്തു നിന്നുള്ള സമിതി. അതേസമയം ഞാൻ സാരംഗിയിലും അധികം ചെയ്തിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ നാടകത്തിലേക്ക് വന്നു. ഞാൻ 16 വയസ്സിൽ നാടകത്തിൽ വന്നു. 14 വയസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഡാൻസ് പെർഫോമൻസിനൊക്കെ ചെയ്തു വരുന്ന സമയത്താണ് ഈ സ്കിറ്റുകൾ ചെയ്തിട്ടുള്ളത്. ഞാൻ 16 വയസ്സിൽ നാടകത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ മിമിക്സിലേക്ക് ഒന്നും വന്നിട്ടില്ല. പിന്നെ നാടകമായിരുന്നു ലോകം
ജീവിതവും ഒക്കെ. ചേച്ചിക്ക് സിനിമയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നവരും നമ്മളെ പരിചയക്കാരും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടുമില്ല, അവസരം തന്നിട്ടുമില്ല. നമ്മളെ അറിയാൻ പാടില്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് നമുക്ക് അത് ഓഡീഷനിലൂടെയും അല്ലാതെയും ഒക്കെ. ഒരു വേഷം തേടി വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ വേഷം തേടി വന്നിട്ടുണ്ട്. തേടി വന്ന വേഷം പക്ഷെ ചെയ്ത് തീർന്നിട്ടില്ല. ഒരു 25 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതെനിക്ക് കിട്ടിയത് സ്കിറ്റിൽ നിന്നാണ്. ഈ ഷാജി മാവേലിക്കരയുടെ കൂടെ ഞാൻ ഫ്ലവേഴ്സിൽ കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ചെയ്ത ഒരു സ്കിറ്റിൽ ഒരു കല്യാണ പെണ്ണായിട്ടൊരു വേഷമുണ്ട്. ആ സ്കിറ്റ് ഭയങ്കര വൈറലായിരുന്നു. ഇപ്പോഴും കിടന്ന് ഓടിക്കളിക്കുക. ഒരു ഇത് നാണത്തിന്റെ ഒരു സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട്. ആ സ്കിറ്റാണ് എന്നെ ഒരു സിനിമയിലേക്ക് അവസരം കിട്ടിയത്. അത് കണ്ടിട്ട് ഈ ആർട്ടിസ്റ്റിനെ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഡയറക്ടർ ഷാജി മാവേലിക്കരയെ വിളിച്ച് എൻ്റെ നമ്പർ മേടിച്ചിട്ടാണ് ആ സിനിമ വിളിക്കുന്നത്. വേലക്കാരി ജാനു എന്നാണ് അതിൻ്റെ ടൈറ്റില്. അതിൽ ജാനുവിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, സെൻട്രൽ ക്യാരക്ടർ. അത് ഇറങ്ങിയിട്ടില്ല, സിനിമ ഇറങ്ങിയില്ല, ഷൂട്ട് തീർന്നിട്ടില്ല. അതിന് എന്താകും എങ്ങനെയാകും അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. പക്ഷേ ഇപ്പം നിലവിൽ 25 ദിവസത്തെ ഷൂട്ട് തീർന്ന് നിൽക്കുന്ന ആ സിനിമയിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഈ സ്കിറ്റും ഈ കോമഡിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അടിപൊളി ചേച്ചി. അതെ, നമ്മൾ പറഞ്ഞില്ല ആദ്യം ചേച്ചി നമ്മളോട് തന്നെ പറഞ്ഞു നമ്മൾ ഗതികേട് കൊണ്ട് പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ ചില ഗതികേട് നമുക്കൊരു വഴിയും തുറന്നു വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ ഇതൊക്കെ. ഉണ്ട്. വലിയ കാര്യം ചേച്ചി. അവിടെ ചെല്ലുമ്പോഴും പലപ്പോഴും പലർക്കും എൻ്റെ അറിയില്ല. കാര്യം ഈ പേരൊന്നാമത്തെ റയർ പേരായതുകൊണ്ട് ആരുടെ മനസ്സിൽ നിൽക്കത്തില്ല എന്നുള്ളത്. നമ്മൾ പേര് നിത എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സിൽ ഓർമ്മ വരത്തില്ല. ചിലർ നീതു എന്ന് പറയും, നീത എന്ന് പറയും, ഗീത എന്ന് പറയും. അങ്ങനെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പേര് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ OP ചീട്ട് എടുക്കേണ്ട സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ മിനിമം 3 പ്രാവശ്യം പറയേണ്ടി വരും, എന്നാലേ എഴുതത്തുള്ളൂ നിത എന്ന്. അതുകൊണ്ട് പേര് ആരുടെ മനസ്സിൽ നിൽക്കാത്തൊരു. പിന്നെ അല്ലെങ്കിൽ ഓർത്തിരിക്കണമെങ്കിൽ നിത അംബാനിയുടെ പേര് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും വലിയ ഇതിലേക്കൊന്നും. അതുകൊണ്ട് ആരും പേര് ഓർക്കാത്തത് കൊണ്ട് എല്ലാവരും പരിചയപ്പെടാൻ വരുമ്പോഴും സംസാരിക്കാൻ വരുമ്പോഴും ഒക്കെ ചേച്ചിയല്ലേ, കോമഡിയിലെ ചേച്ചിയല്ലേ, മറ്റേ സാഞ്ചാണ്ട് ഇപ്പം ഇതിറങ്ങിയപ്പോഴത്തേക്ക് മറ്റേ വേലക്കാരി കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് വർത്താനം പറയാം. അപ്പോൾ എല്ലാവരും കോമഡിയിലെ ചേച്ചിയല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിറ്റ് അതിനകത്ത് മറ്റേ ചെത്തുകാരി ശാന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്കിറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ പേരിലാണ് വന്ന് പരിചയപ്പെടാൻ പറ്റുന്നത്. മിക്ക ആളുകൾക്കും എൻ്റെ പേര് അറിയില്ല. അതുകൊണ്ട് പേര് ഒന്നുകൂടെ ഞാൻ പറയാം, നിത കർമ്മ. ശരിക്കും സാജൻ ചേട്ടൻ്റെ വെബ് സീരീസിലൂടെയാണ് കുറേ നാൾ എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോയത്. കാര്യം കൊറോണ ടൈമിലാണ് സാജൻ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇത്രയും വർഷക്കാലം നമ്മളെ നയിച്ചുകൊണ്ട് പോയത്, ജീവിപ്പിച്ചുകൊണ്ട് പോയത്. കാര്യം ചാനലും എല്ലാം ഒന്നും വർക്കിംഗ് അല്ലാതെ വന്ന സമയത്ത് പോലും അന്നം തന്നത് ഈ ചെണ്ട എന്ന വെബ് സീരീസാണ്. ഇപ്പോഴും ചെണ്ട കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്, ചെണ്ടയുടെ ആരാധകർ, പ്രേക്ഷകർ കുറേ പേര് ഇപ്പം നമ്മൾ ചെണ്ടയുടെ കമൻസ് ഉണ്ടല്ലോ, കമൻസിൽ കുറേ പേര് നമ്മുടെ പേരറിയാത്ത, ഇപ്പോഴും പേരറിയാത്തവരുണ്ടല്ലോ ഒരുപാട്. അവർ ഇയാളുടെ പേരെന്താ, ഈ ആർട്ടിസ്റ്റിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കണ്ട, അവര് കൊടുത്തോളും. ഞാൻ അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കമന്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കുറേ ആയി ചോദിക്കുന്നു ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ പേരെന്താന്ന്. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് താഴെ നിത അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുഞ്ഞു സന്തോഷങ്ങളാണ്. കാര്യം നമ്മുടെ പേര് അവർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ, അല്ലെങ്കിൽ അവരതിന് കമന്റ് കൊടുക്കുന്നുണ്ടല്ലോ പേര്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇന്റർവ്യൂ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചേച്ചി എന്താണെന്ന് അറിയില്ലല്ലോ. അതെന്താണെന്ന് അറിയാമോ, സാജൻ ചേട്ടൻ്റെ ഒരു ചാനൽ, നമ്മുടെ ചെണ്ടയിലെ വെബ് സീരീസിൽ എല്ലാവരും പരിചയപ്പെടുത്തുന്നത് ഒരു എപ്പിസോഡ് എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ക്യാമറയെ കണ്ടുകൊണ്ടാണ് ആ എപ്പിസോഡ് ചെയ്തത്. അതായത് ക്യാമറ വരുമ്പോൾ ഞാൻ നീ ഇപ്പോൾ വന്നോ, നീ കുറേ നാളായല്ലോ ഇവിടെ ചെണ്ടയിൽ എല്ലാവരെയും പരിചയപ്പെടണമെന്ന് വിചാരിച്ചിട്ട്, നിനക്ക് ഇപ്പോഴെങ്കിലും ഷൂട്ട് സമയത്തൊന്ന് വരാൻ അപ്പം എല്ലാവരും പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് ക്യാമറേനെ ഞാൻ ആങ്കറായിട്ട് നിന്നാണ് എല്ലാവരും പരിചയപ്പെടുത്തി. പക്ഷെ ഒരു അബദ്ധം എന്നെ പരിചയപ്പെടുത്തിയില്ല, എൻ്റെ പേരും പറഞ്ഞില്ല. പ്രേക്ഷകരെ ശ്രദ്ധിക്കൂ, ഇതാണ് അന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ചേടാ എല്ലാവരും പരിചയപ്പെടുത്തി, ക്യാമറ ക്രൂവിന് ഉൾപ്പെടെ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാവരും പരിചയപ്പെടുത്തി. എൻ്റെ പേര് മാത്രം ഞാൻ പരിചയപ്പെടുത്തില്ല. കാര്യം എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞു വന്നപ്പോഴേ അവനോട് എന്നാ ചോദിക്കണ്ടല്ലോ, അല്ലെ നിനക്ക് എൻ്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ പേര് നിത എന്ന് പറയായിരുന്നു. പക്ഷെ ഞാനത് വിട്ടുപോയി, മറന്നുപോയി. അന്നും എൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. ഏതായാലും ഈ ഒരു ഇന്റർവ്യൂ ചേച്ചിയുടെ ലൈഫിലേക്ക് ഒരു ട്രെയിനിങ് ആവട്ടെ. അതെ, തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. എനിക്ക് ഇതുവരെ ഞാനൊരു ഇന്റർവ്യൂ
ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നാൾ ഒരാൾ ചോദിച്ചു, പക്ഷെ അത് എന്നോ നടന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അത് നിങ്ങളോടൊപ്പം സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മോളെ, താങ്ക് യു.